എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 47, 48 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 47ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും 48ാമത്തേതിൽ ഇന്ദ്രവജ്ര വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. വിദർഭരാജ്യത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് വന്ന ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണന് പേര് സുദേവൻ എന്നൊക്കെയാണ് ഭാഗവതത്തിലൊക്കെ കാണുന്നത്. നാരായണീയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറഞ്ഞതായിട്ട് കാണാനില്ല. എന്നാൽ ഇവിടെ സുകുമാരകവി ഒരു പേര് കൊടുത്തിട്ടുണ്ട്, പത്മാസനൻ എന്ന്. കുശൻ എന്നു പേരുള്ള പുരോഹിതൻ്റെ അനിയനാണ് ഞാൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ സുകുമാരകവി തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കഥ മാറ്റി പറഞ്ഞതാവാം. ഇനി അതിൻ്റെ മൂലം എവിടെയെങ്കിലും കിട്ടിയിട്ടാണോ അങ്ങനെ എഴുതിയത് എന്നുള്ളതും അറിയില്ല. ഏതായാലും സുദേവൻ എന്നുള്ള പേരാണ് കുറേ കൂടിയും എല്ലാവരും അംഗീകരിച്ചതായിട്ടും കേട്ടിട്ടുള്ളതായിട്ടുമൊക്കെ പറയപ്പെടുന്നത്. അങ്ങനെ ബ്രാഹ്മണൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളത്, അതായത് എന്താണോ രുക്മിണി പറഞ്ഞയച്ചത് അത് മുഴുവനും ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. അതിന് ശേഷം എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് പറയാണ്. നമുക്ക് ആദ്യം 47ാമത്തെ ശ്ലോകം നോക്കാം. ഇത്യുക്തവത്യാം നരബാലപുത്ര്യാം പുരാദ്വിനിർഗത്യ വിലംഘിതാധ്വാ അയാസിഷം ത്വാം കഥിതാ ച വാർത്താ ത്വമേവ കല്യാണപരം പ്രമാണം. ആദ്യം പദച്ഛേദം പറയാം. ഇതി ഉക്തവത്യാം നരപാലപുത്ര്യാം പുരാത് വിനിർഗത്യ വിലംഘിതാധ്വാ അയാസിഷം ത്വാം കഥിതാ ച വാർത്താ ത്വം ഏവ കല്യാണ പരം പ്രമാണം. വളരെ കുറച്ച് വാക്കുകളേ ഉള്ളൂ പദച്ഛേദം ചെയ്യാൻ. അതുപോലെ തന്നെ വളരെ ലളിതമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ബ്രാഹ്മണൻ ഭഗവാനോട് പറയുകയാണ്, ഇപ്രകാരം, അതായത് എന്നെ വന്ന് വിവാഹം കഴിക്കണം. ആ ശിശുപാലൻ വന്ന് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ് അങ്ങ് എന്നെ വന്ന് വിവാഹം കഴിക്കണം. ഇനി അഥവാ ഇതൊക്കെ അവിടെ ചെന്ന് പറഞ്ഞാൽ എൻ്റെ എന്തെങ്കിലും തെറ്റുകൾ കൊണ്ട് അങ്ങ്, അതായത് ഭഗവാൻ അത് അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ശരീരം ഉപേക്ഷിക്കും എന്ന് ഒരു ചെറിയ ഭീഷണിയും കൂടി മുഴക്കിയിരുന്നു രുക്മിണി. ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ തന്നോട് പറഞ്ഞത് ഞാൻ, അതായത് ബ്രാഹ്മണൻ പറയാണ്, എന്നോട് പറഞ്ഞത് ഞാൻ ഇതാ പൂർണ്ണമായിട്ടും അങ്ങയോട് അറിയിക്കുകയാണ്. അതാണ് ഇപ്രകാരം നരപാലപുത്ര്യാം ഉക്തവത്യാം. നരപാലപുത്രി, രാജാവിൻ്റെ മകള്, അതായത് രുക്മിണി ദേവി പറഞ്ഞപ്പോൾ സതിസപ്തമിയാണ്. ആ പദ്മാസനൻ എന്നു പേരുള്ള ബ്രാഹ്മണൻ എന്താ ചെയ്തത്? പുരാത് വിനിർഗത്യ, ആ വിദർഭരാജ്യത്തിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് വേഗം പുറപ്പെട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടുക ചെയ്തത്. അധികം നേരമൊന്നും കളയാനില്ല. ഇതൊക്കെ വേഗം വേഗം സംഭവിക്കാൻ പോണതാണ്. അതിൽ നിന്നുമാണ് രുക്മിണിയെ രക്ഷപ്പെടുത്തേണ്ടത്. അതിന് പ്രത്യേകിച്ച് കാലവും നേരമൊക്കെ നോക്കി നിന്നാൽ എല്ലാം കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ തന്നെ ഇറങ്ങി ഓടുകയാണ് ബ്രാഹ്മണൻ ചെയ്തത്. അങ്ങനെ പുരത്തിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നും വേഗം ഇറങ്ങിയിട്ട് വിലംഘിത അധ്വാ, വിദർഭ മുതൽ ദ്വാരക വരെയുള്ളതായിട്ടുള്ള ഒരു വളരെയധികം ദൂരമുണ്ട്. ആ ദൂരം മുഴുവനും താണ്ടിയിട്ട്, അതാണ് വിലംഘിത അധ്വാ, വഴി മുഴുവനും ഓടി തളർന്നു വന്നിട്ടാണ് ഞാൻ അങ്ങയോട് ഇതൊക്കെ പറയണത്. ബ്രാഹ്മണൻ പറയാണ്, അങ്ങനെ വന്നിട്ട് ഞാൻ ത്വാം അയാസിഷം, അങ്ങയെ പ്രാപിച്ചു, അങ്ങയുടെ അടുത്തെത്തി, ദ്വാരകയിൽ വന്നെത്തി. വാർത്ത കഥിതാച്ച, എന്നോട് പറഞ്ഞ എല്ലാ വർത്തമാനങ്ങളും ഒരൊറ്റ അക്ഷരം വിടാതെ, വള്ളി പുള്ളി വിടാതെ അങ്ങയെ ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങ് എല്ലാ കഥകളും മനസ്സിലാക്കി. എന്താണ് വിദർഭരാജ്യത്ത് ഇതുവരെ സംഭവിച്ചത്, താൻ പോരുന്നത് വരെ, ബ്രാഹ്മണൻ പോരുന്നത് വരെ എന്തൊക്കെ വർത്തമാനങ്ങളാണ് ഉണ്ടായത് എന്നുള്ളത് മുഴുവനും തന്നെ ഭഗവാനെ അറിയിക്കലും കഴിഞ്ഞു. ഇനി കല്യാണ ത്വമേവ പരം പ്രമാണം, മംഗളരൂപിയായിട്ടുള്ള ഭഗവാനെ ഇനിയുള്ളതിനൊക്കെ അങ്ങ് തന്നെയാണ് പ്രമാണം. അതായത് ഇനി തീരുമാനമെടുക്കേണ്ടത് അങ്ങയാണ്. ഈ കുട്ടിയെ രക്ഷിക്കണോ, അല്ലെങ്കിൽ ശിശുപാലൻ കല്യാണം കഴിച്ച് പൊക്കോട്ടെ എന്നാണോ, ഞാൻ വരില്ല എന്നാണോ, അല്ലെങ്കിൽ ആ രാജകുമാരിക്ക് ഇന്ന ദോഷങ്ങളുണ്ടെന്നാണോ, അതൊക്കെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ പറയണം. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. രുക്മിണിയുടെ സന്ദേശങ്ങളാണ് എല്ലാം തന്നെ, അതൊക്കെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഭഗവാനെ ഇനി അങ്ങയാണ് എല്ലാത്തിനും പ്രമാണം, തീരുമാനമെടുക്കേണ്ടത് അങ്ങയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ തൻ്റെ സംഭാഷണം നിർത്തുകയാണ് ചെയ്യണത്. ഇനി 48ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് അങ്ങട് പറഞ്ഞതെന്ന് നോക്കാം. ശ്ലോകം നോക്കൂ. ഇത്യൂചുഷോ ബാഷ്പമുഖസ്യ തസ്യ ദീനദ്വിജേന്ദ്രസ്യ വചോ നിശമ്യ
കൃഷ്ണകൃപാർദ്രീകൃതചിത്തവൃത്തി പീയൂഷകൽപ്പം വചനം ബഭാഷേ. നമുക്ക് പദച്ഛേദം പറയാം. ഇത് ആദ്യത്തെ ശ്ലോകം തുടങ്ങിയ പോലെ തന്നെയാണ്. ഇത്യുക്തവത്യം എന്ന് പറഞ്ഞിട്ട് 47-ാമത്തെ ശ്ലോകം തുടങ്ങി 48-ാമത്തെ ശ്ലോകവും ഇത്യൂചുഷോ എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്രകാരം അതാണ് ഇതി ഊചിഷ ബാഷ്പമുഖസ്യ തസ്യ ദീനദ്വിജേന്ദ്രസ്യ വച നിശമ്യ കൃഷ്ണ കൃപാർദ്രീകൃതചിത്തവൃത്തി പീയൂഷകൽപ്പം വചനം ബഭാഷേ. ഇവിടെ പറഞ്ഞു തുടങ്ങുകയാണ്. ബ്രാഹ്മണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാണ് ഇതി ഇപ്രകാരം ഊചിഷ പറഞ്ഞവനായ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനായ ബാഷ്പമുഖസ്യ ദീനദ്വിജേന്ദ്രസ്യ വച നിശമ്യ. ബാഷ്പമുഖസ്യ കണ്ണീര് അണിഞ്ഞുകൊണ്ടാണ് ഈ ബ്രാഹ്മണൻ ഇതൊക്കെ പറഞ്ഞത്. അവസാനമൊക്കെ ആയപ്പോഴേക്കും കണ്ണിന്ന് ധാരധാരയായിട്ട് കണ്ണീരൊഴുകാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അതായത് രുക്മിണിയുടെ ഒരു അവസ്ഥ വർണ്ണിക്കുമ്പോഴേക്കും ഇനി വേറെ ആരും ഇല്ല, ഞങ്ങളുടെ ദേവി ചിലപ്പോൾ ശരീരം തന്നെ ഉപേക്ഷിച്ച് കളയുന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ബ്രാഹ്മണന് അത്യന്തം സങ്കടം വരാൻ തുടങ്ങി. അതാണ് ഇവിടെ പറഞ്ഞത് ബാഷ്പമുഖസ്യ കണ്ണീരണിഞ്ഞ മുഖത്തോടു കൂടിയ ദീനദ്വിജേന്ദ്രസ്യ വളരെ ദൈന്യമായ അവസ്ഥയിൽ എത്തിച്ചേർന്ന ആ ബ്രാഹ്മണൻ്റെ വാക്കുകൾ കേട്ടിട്ട് വാച നിശമ്യ വാക്കുകളൊക്കെ കേട്ടിട്ട് വാച എന്ന് പറഞ്ഞാൽ വാക്കുകളെ ദ്വിതീയ ബഹുവചനാണ്. ആ വാക്കുകളൊക്കെ കേട്ടിട്ട് കൃപാർദ്രീകൃത ചിത്തവൃത്തി കൃഷ്ണ ഭഗവാന്റെ വിശേഷണം എന്താണ്? കൃപാർദ്രീകൃത ചിത്തവൃത്തി. ആദ്യം 2 ദിവസം മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാൻ എന്നെ മനസ്സിലാവും, ദയാ അർണവമാണ്, ദയാസമുദ്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, അതുകൊണ്ട് എന്താണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും എന്ന് ബ്രാഹ്മണനോട് രുക്മിണി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ പറഞ്ഞതൊക്കെ വേഗം മനസ്സിലായി. ഭഗവാന് രുക്മിണിയോട് വല്ലാത്ത ദയവ് വന്നു എന്നുള്ളതാണ് പറയണത്. അതാണ് കൃപാർദ്രീകൃത ചിത്തവൃത്തി. കൃപ കൊണ്ട്, ദയവ് കൊണ്ട്, ദാക്ഷിണ്യം കൊണ്ട് ആർദ്രീകൃതമായ, ആർദ്രീകൃതം എന്ന് പറഞ്ഞാൽ നനവുള്ളതായ, അതായത് മനസ്സിൽ വളരെ ഒരു തണുപ്പ് അല്ലെങ്കിൽ മനസ്സിനൊരു ആർദ്രത വരിക ഈ സ്നേഹം, ദയ, വാത്സല്യം തുടങ്ങിയിട്ടുള്ള ഭാവങ്ങളിലാണ്. അഹങ്കാരത്തിലും പൊങ്ങച്ചത്തിലും അതുപോലെ തന്നെ ക്രോധത്തിലും ഒന്നും വരാത്തതായിട്ടുള്ള ചില ഭാവങ്ങളാണ് ഈ ആർദ്രതയൊക്കെ. മറ്റുള്ളവരെയും കൂടി മനസ്സിലാക്കാൻ പറ്റുക, ഒരു നനവ് അനുഭവപ്പെടുക. അതാണ് ഇവിടെ ശ്രീകൃഷ്ണനും അനുഭവപ്പെട്ടത്. കൃപ കൊണ്ട് ആർദ്രീകൃതമായ നനവാർന്നതായ മനസ്സോടുകൂടിയ ചിത്തവൃത്തികളോടുകൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ പീയൂഷകൽപ്പം വചനം ബഭാഷേ. പീയൂഷം അമൃത്, പീയൂഷകൽപ്പം, കൽപ്പം എന്ന് പറഞ്ഞാൽ സദൃശം എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് പീയൂഷകൽപ്പം. ഈ അമൃത് എങ്ങനെയാണോ അതുപോലെ അത്രയ്ക്ക് ഉണർവ് തരുന്ന, അത്രയ്ക്ക് ഉത്സാഹം തരുന്ന, അത്രയ്ക്ക് ജീവൻ തരുന്നതായ വാക്കുകൾ വചനം ബഭാഷേ. അപ്പോൾ ബ്രാഹ്മണൻ വളരെയധികം ദുഃഖിതനായിരുന്നു. തൻ്റെ വാക്കുകൾ വേണ്ടതുപോലെ ശ്രീകൃഷ്ണൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ, തൻ്റെ വാക്കുകളല്ല, അത് രുക്മിണിയുടെ വാക്കുകളാണ്, അതിന് രുക്മിണി വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി ഭഗവാൻ കൈക്കൊണ്ടില്ലെങ്കിലോ എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ട് വളരെയധികം ദുഃഖിതനായിരുന്നു ബ്രാഹ്മണൻ. അതുകൊണ്ട് തന്നെയാണ് കരയാനൊക്കെ തുടങ്ങിയത്. കരച്ചിലിൻ്റെ പക്കത്തൊക്കെ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ശ്രീകൃഷ്ണന് മനസ്സിലായി ഇത് കാര്യം അത്ര നിസ്സാരമല്ല, ഇവിടെ ചെല്ലേണ്ടതാണ്, ബ്രാഹ്മണനെ ആശ്വസിപ്പിക്കേണ്ടതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഭഗവാൻ അമൃതിന് തുല്യമായിട്ടുള്ള വാക്കുകൾ ബ്രാഹ്മണന് കേട്ടപ്പോൾ അത് അമൃത് തന്നെയായി, തനിക്ക് ജീവൻ നൽകിയതുപോലെയായി എന്നാണ് പറയണത്. അങ്ങനെയുള്ള വാക്കുകൾ ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനോട്, പദ്മാസനൻ എന്നു പേരുള്ള ബ്രാഹ്മണനോട് പറഞ്ഞു എന്നർത്ഥം. അതാണ് ഈ 2 ശ്ലോകത്തിൽ പറയണത്. എന്താ പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഈ 2 ശ്ലോകങ്ങളും നമുക്ക് ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇത്യുക്തവത്യാം നരപാലപുത്ര്യാം പുരാദ്വിനിർഗത്യ വിലംഘിതാധ്വാ അയാസിഷം ത്വാം കഥിതാ ച വാർത്ത ത്വമേവ കല്യാണപരം പ്രമാണം. ഇത്യൂചിഷോ ബാഷ്പമുഖസ്യ തസ്യ ദീനദ്വിജേന്ദ്രസ്യ വചോ നിശമ്യ കൃഷ്ണഃ കൃപാർദ്രീകൃതചിത്തവൃത്തി പീയൂഷകൽപ്പം വചനം ബഭാഷേ. ബ്രാഹ്മണനാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് രുക്മിണിക്ക് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ളൊരു ബ്രാഹ്മണനെയാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു അക്ഷരം പോലും
ഒരു ഭാവം പോലും കളവുള്ളതാവില്ല, ഇതൊക്കെ അവിടെ നടക്കണത് തന്നെയാവും എന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ വേഗം തന്നെ തീരുമാനങ്ങൾ എടുത്തത്. അതെന്താണെന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.